നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 15 നോമ്പിലെ 6-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ധൈര്യം എന്നുള്ളതാണ്. അതിന് ആധാരമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. അതിലെ 29-ാമത്തെ വാക്യം: അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തോരു വന്ദനം എന്ന് വിചാരിച്ചു. ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളുടെ മുൻപിലും നാം ബലഹീനരായി ഭയചകിതരായി പോകുക സാധാരണമാണ്. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ അസാധാരണമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുൻപിൽ നാം തളർന്നു പോകുക, അല്ലെങ്കിൽ അവിടെ ഭയപ്പെട്ട് പോകുകയൊക്കെ സംഭവിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധ കന്യക മറിയാം അവളുടെ ജീവിതത്തിൽ അസാധാരണമായ ഒരു അനുഭവങ്ങളുടെ മുമ്പിൽ അതിനെ എപ്രകാരമാണ് തരണം ചെയ്തത്, നേരിട്ടത് എന്ന് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമത്രേ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം നമുക്ക് തരുന്ന പാഠം, ശൈശവകാലം കഴിഞ്ഞ് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കന്യകയുടെ മുൻപിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ വലിയ രക്ഷണ്യ പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ അവളെ ക്ഷണിക്കുന്നതാണ്. അല്ലെങ്കിൽ അവളെ രക്ഷണ്യ പദ്ധതിയുടെ ഭാഗമാക്കി തീർത്തുവെന്ന വലിയ സദ്വർത്തമാന അവളോട് ഘോഷിക്കുന്നതാണ്. എന്നാൽ തികച്ചും അസാധാരണമായ ഒരു ദൗത്യം ഏറ്റെടുക്കുക എന്നതായ ഒരു ചോദ്യത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ മറിയ അതിനെ നേരിട്ടത് സധൈര്യത്തോടു കൂടിയാണ്. സധൈര്യം ആ ജീവിതാനുഭവങ്ങളെ നേരിടുവാൻ സാധിച്ചതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിക്കേണ്ടി വന്ന വൈരുദ്ധ്യങ്ങളെ നേരിടുവാൻ തക്കവണ്ണം മറിയ പ്രാപ്തയായി തീരുന്നത്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന ദൂതൻ്റെ വന്ദനസ്വരം കേട്ട് ആ വലിയ ദൗത്യത്തിന് തൻ്റെ ശിരസ് സമർപ്പിച്ച നിമിഷം മുതൽ വിശുദ്ധ കന്യക മറിയാം അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ വലിയ യാതനകൾ വേദപുസ്തകം വളരെ വ്യക്തമായി നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഏറെ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യജന്മം. പ്രതികൂലങ്ങൾ ഏറെയുണ്ടായിരുന്നു. ദൈവം തൻ്റെ കരങ്ങളിലേക്ക് തന്ന ഒരു പൈതലിൻ്റെ സുരക്ഷയെ കരുതി എത്രമാത്രം വേദനകൾ, യാതനകൾ അനുഭവിക്കേണ്ടി വന്നു ആ അമ്മയ്ക്ക്. എന്നാൽ അതൊക്കെ തൻ്റെ ഭർത്താവിനോട് ചേർന്ന സധൈര്യം നേരിടുന്ന ഒരു അമ്മയെ നമുക്ക് കാണുവാനായി സാധിക്കും. പിന്നീട് അങ്ങോട്ട് ആ പൈതൽ വളർന്ന് യൗവനയുക്തനായി തീർന്നപ്പോഴും അമ്മയുടെ വേദനയ്ക്ക്, അല്ലെങ്കിൽ അമ്മ മനസ്സിൻ്റെ നൊമ്പരത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ മകൻ തികഞ്ഞ യൗവനയുക്തനായി 33.5 വയസ്സുള്ള തൻ്റെ ഓമന മകൻ കാൽവറിയിൽ ക്രൂശിൽ പിടയുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു അമ്മ മനസ്സിൻ്റെ നൊമ്പരം നമുക്കൊരിക്കലും അളന്ന് തിട്ടപ്പെടുത്താവുന്നതിൽ അപ്പുറം ആണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ജീവിതത്തിൻ്റെ ഈ വിധി വൈരുദ്ധ്യങ്ങളെയൊക്കെ നേരിടേണ്ടി വന്നപ്പോഴും അവിടെയെല്ലാം സധൈര്യം നിൽക്കുവാൻ തക്കവണ്ണം, നേരിടുവാൻ തക്കവണ്ണം വിശുദ്ധ കന്യക മറിയാമിൻ ആയി എന്നുള്ളതാണ് വിശുദ്ധ കന്യക മറിയാമിനെ നമ്മുടെ മുമ്പിൽ വ്യത്യസ്തയാക്കുന്നത്. ധൈര്യം എന്നുള്ളത് ഭയം ഇല്ലാത്ത അവസ്ഥയാണ് എന്ന് നാം കരുതാറുണ്ട്. എന്നാൽ ഭയം ഇല്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ഭയം ഉള്ളിൽ ഉള്ളപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് അതിനെ അതിജീവിക്കുവാൻ കഴിയുന്ന അവസ്ഥയാണ് ധൈര്യം എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ കന്യക മറിയാമിനെ നാം ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിൽ അസാധാരണമായ ഒരു അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുക. എന്നാൽ അസാധാരണമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അസാധാരണമായ ദൗത്യങ്ങൾ ദൈവത്തിൽ നിന്ന് ഫലമേൽപ്പിക്കപ്പെടുമ്പോഴും
അതിനെ നേരിടുവാൻ അല്ലെങ്കിൽ അതിനെ ധൈര്യത്തോടെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം വിശുദ്ധ കന്യകമറിയാമിനെ പ്രാപ്തയാക്കിയത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ് എന്ന് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. 29-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുമ്പോഴും കന്യകമറിയാമിനോട് പറയുന്നൊരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട. ദൈവത്തിൽ നിന്ന് ലഭിച്ച ഈ ഉറപ്പാണ്, നീ ഭയപ്പെടേണ്ട എന്ന ആ വലിയ പ്രത്യാശയുടെ വാക്കുകളാണ്. ധൈര്യസമേതം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവം ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം മറിയത്തെ ബലപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ മറിയം ദൈവവചനത്തിന് മുൻപാകെ ധൈര്യത്തോടെ, ദൈവവചനത്താൽ ധൈര്യം പ്രാപിക്കപ്പെട്ടവളായി ജീവിതത്തെ നേരിടുവാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ ഉള്ളിൽ ഉദിച്ചു വരുന്ന സംശയങ്ങളെയൊക്കെ ചോദിക്കുവാൻ മറിയം ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൂതനോട് തന്നെ ചോദിക്കുകയാണ്, ഇത് എപ്രകാരം സംഭവിക്കും? ലോകപ്രകാരം ഇത് അസംഭവ്യമെങ്കിലും ഇത് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മറിയ ചോദിക്കുമ്പോൾ തുടർന്ന് അങ്ങോട്ട് ദൈവദൂതൻ അവളെ ബലപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ആഴമായ വിശ്വാസം അത് അവളുടെ ഉള്ളിൽ നിറയുമ്പോൾ അത് ധൈര്യമായി ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ നേരിടുവാൻ തക്കവണ്ണം മറിയത്തെ പ്രാപ്തയാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിലൊക്കെ നാം തകർന്നു പോകുമ്പോൾ, പതറിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ അസാധാരണമല്ലാത്ത ജീവിത സാഹചര്യ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരുമ്പോഴൊക്കെ നാം പലപ്പോഴും ക്ഷീണിതരായി പോകാറുണ്ട്. നിരാശയുടെ അടിത്തട്ടിലേക്ക് അധപ്പതിച്ച് പോകാറുണ്ട്. എന്നാൽ അവിടെയെല്ലാം ദൈവവചനത്തിലുള്ള വിശ്വാസവും ദൈവവചനത്താൽ ബലപ്പെടുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് വിശുദ്ധ കന്യകമറിയാമിനെ പോലെ സധൈര്യം ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ നേരിടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക. യഥാർത്ഥ ധൈര്യം നാം ഇവിടെ കാണുന്നത് മറിയത്തിൻ്റെ സമർപ്പണത്തിലാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, എൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തമ്പുരാൻ ഏൽപ്പിക്കുന്ന ദൗത്യത്തെ ഏറ്റെടുക്കുവാൻ കാണിച്ച ആ ധൈര്യം ആണ് തുടർന്നങ്ങോട്ട് അവളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമായി തീരും. പ്രിയ ദൈവജനമേ, നാം ഈ നോമ്പ് അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നാം ദൈവത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്താൽ ബലപ്പെടുകയും വിശ്വാസത്തിൻ്റെ ധൈര്യത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ നേരിടുവാൻ തക്കവണ്ണം നമുക്കും ഇടയായിത്തീരണം. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ആമീൻ.